ഓം ശാന്തി. എൻ്റെ മനസ്സ് എൻ്റെ കൺട്രോളിലല്ല എന്ന് നമ്മൾ സ്വയം പറയാറുണ്ട്. എന്നിട്ട് മറ്റുള്ളവരോടെല്ലാം നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലല്ല, അവരുടെ മനസ്സും അവരുടെ കൺട്രോളിലല്ല. രണ്ട് വാഹനങ്ങളുടെ നിയന്ത്രണം അത് ഓടിക്കുന്ന ഡ്രൈവർമാരുടെ കയ്യിലല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾ വാഹനം സൈഡിലാക്കൂ എന്നൊരാൾ പറയുമ്പോൾ മറ്റേയാൾ തൻ്റെ വാഹനം കൺട്രോളിൽ നിൽക്കുന്നില്ല, നിങ്ങൾ സൈഡിലേക്ക് മാറുമോ എന്ന് ചോദിക്കുന്നു. ഇതേ രീതിയിലാണ് നമ്മൾ വൈകുന്നേരം വീട്ടിലെത്തുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ കൺട്രോളിലല്ല, താങ്കളുടെ മനസ്സും താങ്കളുടെ കൺട്രോളിലല്ല എങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുക? ഒരാളുടെ വാഹനം മാത്രമേ കൺട്രോളിൽ നിൽക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ആക്സിഡൻ്റ് ഉണ്ടാകില്ല. രണ്ട് ഡ്രൈവർമാരുടെ വാഹനങ്ങളും അവരുടെ കൺട്രോളിൽ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു ഡ്രൈവറുടെ വാഹനം മാത്രമേ ശരിയായ രീതിയിൽ പ്രവർത്തിക്കേണ്ടതുള്ളൂ. മറ്റേയാളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് വർക്ക് ചെയ്യാതിരിക്കുകയോ സ്റ്റിയറിംഗ് ജാം ആവുകയോ അതോ ഇനി എന്ത് പ്രശ്നമാണെങ്കിലും ശരി, ഒന്നും സംഭവിക്കില്ല. രണ്ടുപേരിൽ ഒരാളുടെ വാഹനം അയാളുടെ നിയന്ത്രണത്തിലാണെങ്കിൽ അയാൾക്ക് കാര്യങ്ങൾ ശരിയായി ചെയ്യാനാകും. എന്നാൽ രണ്ടുപേരും എൻ്റെ മനസ്സ് കൺട്രോളിലല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. പരസ്പരം ഒന്നും സംസാരിക്കാതെ തന്നെ മുഴുവൻ ദിവസവും ആക്സിഡൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പരസ്പരം കലഹിക്കാനായി പ്രശ്നങ്ങളുടെ ആവശ്യമേ ഇല്ല. ഒന്നും പറയാതെ തന്നെ നമ്മൾ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നാറില്ലേ? ഒരു പ്രാവശ്യം ഒരു ചെറിയ വഴക്കുണ്ടായി എങ്കിൽ അത് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിന് പകരം അതിനു മുകളിൽ വീണ്ടും കലഹത്തിൻ്റെ കുരുക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. പരസ്പര ബന്ധങ്ങളിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള കലഹങ്ങൾ ഇല്ലാതാക്കാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങളിൽ ആരുടെയൊക്കെ കയ്യിൽ ഇനിയും പഴയ വഴക്കുകളുടെ കെട്ടുകളുണ്ട്? നല്ലൊരു ഞായറാഴ്ചയായിട്ട് നിങ്ങളെല്ലാവരും രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നതല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാവണമല്ലോ. ബന്ധങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എവിടെയാണ്? കുരുക്കുകൾ എവിടെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ ബന്ധങ്ങളിൽ വിള്ളലുണ്ടായി എന്ന് പറയാറുണ്ട് അല്ലേ? ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നില്ല. എല്ലാ സംഘർഷങ്ങളും നടക്കുന്നത് നമ്മുടെ മനസ്സുകളിലാണ്. സംഘർഷം മനസ്സുകളിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ബന്ധത്തെ ശരിയാക്കാൻ എത്ര പേർ പരിശ്രമിക്കണം? എൻ്റെ പ്രശ്നങ്ങൾ ഇദ്ദേഹവുമായിട്ടാണ്, എനിക്ക് പ്രോബ്ലമുണ്ട്, ഇവർക്കും പ്രോബ്ലമുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രശ്നക്കുരുക്കിൻ്റെ ഊർജ്ജമാണ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളുടെ കുരുക്കുകൾ ഉണ്ടാകുന്നത്? കാരണം ഞാൻ നെഗറ്റീവായി ചിന്തിക്കുന്നു, അവരും നെഗറ്റീവായി തന്നെ ചിന്തിക്കുന്നു. ഇരുവരും നെഗറ്റീവായി ചിന്തിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ ഞങ്ങൾ ഇരുവരും നെഗറ്റീവ്സ് മാത്രം ചിന്തിക്കുന്നു. ചിലപ്പോൾ അത് കുറച്ചു വർഷങ്ങൾ നീണ്ടു നിന്നേക്കാം. രണ്ട് ആത്മാക്കൾ പരസ്പരം ഇത്തരത്തിലുള്ള എനർജികൾ പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അടിത്തറയ്ക്ക് എന്താണ് സംഭവിക്കുക? അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിത്തറ നെഗറ്റീവായി മാറുന്നു. വെറും നെഗറ്റീവല്ല, വളരെ ശക്തിശാലിയായ ഒരു നെഗറ്റീവ് ഫൗണ്ടേഷൻ ഇവിടെ ഉടലെടുക്കുന്നു. ഇനി ഞങ്ങളുടെ ഇരുവരുടെയും ഇടയിൽ ഈ പ്രോബ്ലം ഉണ്ട് എന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് എങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുക? പറയൂ, നിങ്ങൾ എങ്ങനെയുള്ള ചിന്തകളാണ് സൃഷ്ടിക്കുക? ഇവർക്ക് രണ്ടുപേർക്കും യോജിച്ചു പോകാൻ പറ്റുന്നില്ല അല്ലേ? ഇനി വിഷ്വലൈസ് ചെയ്യൂ. ഇവിടെ ആദ്യം ഞങ്ങൾ രണ്ടുപേരുടെ നെഗറ്റീവ്സായ ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും വളരെ ശക്തിശാലിയായ നെഗറ്റീവായ ചിന്തകളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കൂടാതെ ആരെല്ലാം ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞുവോ അവരെല്ലാവരും ഞങ്ങളുടെ ബന്ധത്തിനെ പറ്റി വളരെ ദൃഢമായ കാര്യങ്ങൾ പറയുന്നു. ലൈക്ക് ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം യോജിച്ചു പോകാൻ പറ്റുന്നില്ല. ചിലർ കുറച്ചുകൂടി കൂടുതൽ പറയുന്നു, ഇവർ രണ്ടുപേരും ഒരിക്കലും യോജിക്കില്ല. പറയാറില്ലേ?
ഇല്ലേ? ഇങ്ങനെ പറയാറില്ലേ? ഇതൊരു കുഴി പോലെയാണ്. ഞാനിതിൽ അകത്ത് നെഗറ്റീവ് ഇടുന്നു, അവരും നെഗറ്റീവ് തന്നെ ഇടുന്നു. അങ്ങനെ ഞങ്ങൾ ഇരുവരും നെഗറ്റീവ് മാത്രം ഇതിലേക്ക് നിക്ഷേപിച്ചു കൊണ്ടേയിരിക്കുന്നു. ആദ്യമേ തന്നെ നെഗറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞ് കറുത്തുപോയ ഈ കുഴിയിലേക്ക് ഞങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവരും വീണ്ടും വീണ്ടും കറുത്ത എനർജി തന്നെ തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്ര ബ്ലാക്ക് എനർജിയാണ് അതിൽ ശേഖരിക്കപ്പെടുന്നത്? ഇനി ഈ ഒരു ബന്ധത്തെ ശരിയാക്കാൻ എത്ര ആളുകളുടെ ആവശ്യമുണ്ട്? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ബന്ധത്തെ സാധാരണ നിലയിലാക്കി മാറ്റാൻ എത്ര ആളുകൾ പാടുപെടണം? വളരെയധികം വർഷങ്ങളായി കറുത്തതായി പോയ ഒരു ബന്ധത്തെ ശരിയാക്കാൻ എത്ര പേർ ശ്രമിക്കണം? ഒരാൾ മാത്രം ശ്രമിച്ചാൽ മതിയോ? ഒരുപാട് പേര് ചേർന്നാണ് ഈ ബന്ധത്തിന് ബ്ലാക്ക് എനർജി നൽകിയത്. അപ്പോൾ ഒരാൾ മാത്രം ശ്രമിച്ചാൽ അത് വൈറ്റ് ആകുമോ? മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കേണ്ട കാര്യമില്ല. തുടക്കത്തിൽ ആരാണ് ഇതിനു വേണ്ടി പ്രയത്നിക്കേണ്ടത്? പറയൂ. ശരി, ഒരാൾ മാത്രം ശ്രമിച്ചാൽ മതിയാകും എന്ന് നിങ്ങളിൽ എത്ര പേർക്ക് തോന്നുന്നുണ്ട്? ഓക്കെ, ഇരുവരും ശ്രമിക്കണമെന്ന് ആർക്കൊക്കെ തോന്നുന്നുണ്ട്? ഫൈൻ. ഇനി എല്ലാവരും കൂടിയാണ് ഇതിനു വേണ്ടി ശ്രമിക്കേണ്ടത് എന്ന് എത്ര പേർക്കാണ് തോന്നുന്നത്? ശരിയാണ്. എല്ലാവരും കൂടി ശ്രമിക്കണമെന്ന് കാത്തിരിക്കുന്നത് വിട്ടുകളയാം. കാരണം ഒരുപാട് പേരുടെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുത്താനായി കാത്തിരിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയേക്കാം. ആദ്യം ഒരു ബ്ലാക്ക് എനർജി സൃഷ്ടിക്കപ്പെടുന്നു. ആദ്യം അത് സൃഷ്ടിക്കുന്ന ആളിൽ നിന്നും മറ്റേയാൾ ആ എനർജിയെ സ്വീകരിക്കുന്നു. എന്നിട്ട് അതേ രീതിയിലുള്ള ഊർജം തന്നെ തിരിച്ചു നൽകുന്നു. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഞാൻ വീണ്ടും അത്തരം എനർജി അയക്കുന്നു. അവരിൽ നിന്നും വീണ്ടും അവ എന്നിലേക്ക് തിരിച്ചു വരുന്നു. സോ അതിനുശേഷം ചുറ്റുമുള്ള ധാരാളം പേർ ഞങ്ങളിലേക്ക് ഇതേപോലെയുള്ള എനർജി അയക്കുന്നു. ബട്ട് ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? ഉണ്ടായത്? ഒരാളുടെ ചിന്തകളിൽ നിന്നാണ് തുടങ്ങിയത്. അന്ന് എൻ്റെ ഒരു നെഗറ്റീവ് ചിന്തയ്ക്കോ പെരുമാറ്റത്തിനോ വാക്കിനോ പകരമായി മറുവശത്തുള്ളയാൾ പോസിറ്റീവ് എനർജിയാണ് തിരികെ അയച്ചതെങ്കിൽ അന്ന് ആദ്യത്തെ കലഹം തന്നെ ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് പരസ്പരം സംഘർഷങ്ങളൊന്നുമില്ലാത്ത ബന്ധങ്ങൾക്ക് ഇനി മുതൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ നൽകണം. എന്തെന്നാൽ മറുഭാഗത്തുള്ള വ്യക്തി നിങ്ങളെക്കുറിച്ച് തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചിന്തിക്കുകയും പറയുകയും പെരുമാറുകയും ചെയ്താൽ അവരിൽ നിന്നും നിങ്ങളിലേക്ക് വരുന്ന എനർജി ശരിയായ രീതിയിലുള്ളതല്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരിൽ നിന്നും വരുന്ന ഊർജത്തെ അതേപടി കോപ്പി ചെയ്യരുത്. നമ്മൾ തിരിച്ചെങ്ങനെയുള്ള എനർജിയാണ് അയക്കേണ്ടത്? അപ്പോൾ പറയൂ. വൈറ്റ്. സോ ഇത് ചെയ്യാൻ പറ്റുമോ? അതെ, ഉറപ്പല്ലേ? നിങ്ങളുടെ ഈഗോ അതെന്താണ് പറയുക? അവരെന്നോട് ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, അല്ലേ? ബന്ധങ്ങളിൽ ഞാൻ എന്ന ഭാവമല്ല ഉണ്ടാകുന്നത്. ബന്ധങ്ങൾക്കുള്ളിൽ മുറിവുകളാണ് ഉണ്ടാകുന്നത്. മുറിവുകൾ. അവരെന്നോട് ശരിയായ രീതിയിലല്ല സംസാരിച്ചത് എന്ന ചിന്ത മനസ്സിൽ വിഷമമുണ്ടാക്കുമ്പോൾ ബ്ലാക്ക് എനർജിക്ക് പകരം ബ്ലാക്ക് തന്നെ തിരിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. അവരെന്നെ തരം താഴ്ത്തി സംസാരിച്ചു എന്ന ചിന്തയിലൂടെയും ബ്ലാക്ക് എനർജിക്ക് പകരം നമ്മൾ ബ്ലാക്ക് എനർജി തന്നെ തിരിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ വളരെ ശ്രദ്ധിച്ച് സ്വയത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. തൊട്ടടുത്തുള്ള വ്യക്തിയിൽ നിന്നും എന്നിലേക്ക് വരുന്ന എനർജി ഏതു തരത്തിലുള്ളതുമാകട്ടെ, ഞാൻ എങ്ങനെയുള്ള ചിന്തയാണ് സൃഷ്ടിക്കേണ്ടത്? ഉദാഹരണത്തിന്, നിങ്ങളുടെ മകനും മരുമകളും രാവിലെ എങ്ങോട്ടെങ്കിലും പോകാൻ റെഡിയായി വരികയാണ്. അവർ നിങ്ങളോട് നമസ്തേ പറഞ്ഞില്ല. നിങ്ങൾക്കാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. എന്നാൽ അവർ അതിനെക്കുറിച്ച് ഒന്നും തന്നെ ചോദിച്ചില്ല. നിങ്ങളുടെ സുഖവിവരങ്ങൾ ഒന്നും തന്നെ ചോദിക്കാതെ അവർ പുറത്തേക്ക് പോയി. ഇത് വളരെ ചെറിയൊരു കാര്യമാണ്. എന്നാൽ ഈ സംഭവത്തിനു ശേഷം മുഴുവൻ ദിവസവും നമ്മുടെ ചിന്ത എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്?
അടുത്ത ദിവസം രാവിലെ എന്നത് 24 മണിക്കൂറിന് ശേഷം മാത്രമേ വരികയുള്ളൂ. നിങ്ങൾ ആ ദിവസം എന്താണ് ചിന്തിക്കുക എന്ന് പറയൂ. ശരി, അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഒന്നും ചിന്തിക്കില്ല. അവരുടെ പെരുമാറ്റം നോർമലാണ്. എന്നാലും മകനും മരുമകളും പോകുമ്പോൾ നിങ്ങൾക്ക് അവരെ ഒന്ന് വിഷ് ചെയ്യാമായിരുന്നു. എനിക്കവരെ വിഷ് ചെയ്യാമല്ലോ, അല്ലേ? ശരിയാണ്, ഇങ്ങനൊരു ചോയ്സ് കൂടിയുണ്ട്. പുറമേ നമ്മൾ അവരെ വിഷ് ചെയ്തേക്കാം, എന്നാൽ നമ്മൾ ഉള്ളിൽ എന്താണ് ചിന്തിക്കുന്നത് എന്നതാണ് പ്രധാനം. ബന്ധങ്ങൾ വാക്കുകളിലൂടെ സൃഷ്ടിക്കപ്പെടുന്നില്ല. ബന്ധങ്ങൾ പെരുമാറ്റങ്ങളിലൂടെയും ഉണ്ടാകുന്നില്ല. നമ്മൾ ഉള്ളിൽ എന്താണോ ചിന്തിക്കുന്നത് അതിൽ നിന്നുമാണ് ബന്ധങ്ങൾ ഉടലെടുക്കുന്നത്. പുറമേ ചിരിച്ചതുകൊണ്ടോ വെറുതെ ഒന്ന് വിഷ് ചെയ്തതുകൊണ്ടോ കാര്യമില്ല. ഈ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ പലതും ചിന്തിക്കാൻ തുടങ്ങുന്നു. ലൈക്ക്, കുട്ടികൾ എന്നെ വിഷ് ചെയ്യേണ്ടതല്ലേ? അവർ എന്നേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞവരല്ലേ? ഇവർക്ക് ഇത്രയ്ക്ക് മര്യാദയില്ലേ? എൻ്റെ മകൻ പോലും മരുമകളെ ഒന്നും പറയുന്നില്ല. മകൻ അടുത്തുണ്ടെങ്കിൽ മരുമകൾ എന്നോട് നമസ്തേ പറയും. അവൻ അടുത്തില്ലെങ്കിൽ പിന്നെ എന്നെ ശ്രദ്ധിക്കുക പോലുമില്ല. നമ്മുടെ ചിന്തകൾ അവിടെ അവസാനിക്കുന്നില്ല. മകൻ്റെ ഭാര്യയുടെ മാതാപിതാക്കളെയും നമ്മൾ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. അവർ സ്വന്തം മകളെ നന്നായി പെരുമാറാൻ പഠിപ്പിക്കേണ്ടതല്ലേ? നമ്മുടെ ചിന്തകൾ കൂടുതൽ നീളുന്നു. നമ്മൾ പുതുതലമുറയെ മുഴുവനായും കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. ഇന്നത്തെ കാലത്തെ കുട്ടികൾ എങ്ങനെ മാറിയെന്ന് നോക്കൂ. നിങ്ങളുടെ മനസ്സ് ഏതെല്ലാം വഴികളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾ സൃഷ്ടിച്ച ഇത്രയും ചിന്തകൾ ആരിലേക്കാണ് ചെന്നെത്തുക? ഈ ചിന്തകളെല്ലാം വൈബ്രേഷൻസിൻ്റെ രൂപത്തിൽ അവരിലേക്ക് എത്തുന്നു. അവർ ഈ വൈബ്രേഷനുകളെ ഒക്കെ സ്വീകരിക്കുന്നു. എന്നിട്ട് വൈകുന്നേരം അവർ ഇരുവരും വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമ്മൾ അവരോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. സോ നിങ്ങളും അവരുമായുള്ള ബന്ധം ശരിയായി നിലനിൽക്കുമോ? ആ ആത്മാവിന് നിങ്ങളിൽ നിന്നും നെഗറ്റീവ് എനർജിയാണ് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ ആർക്കെങ്കിലും വാട്സാപ്പിൽ മുഴുവൻ ദിവസവും ടക്ക് 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 ടക്കായി മെസ്സേജുകൾ അയച്ചു കൊണ്ടിരിക്കുന്നത് പോലെ, അതുപോലെ ദിവസം മുഴുവനും ആ ആത്മാവിന് നിങ്ങളുടെ ചിന്തകളിൽ നിന്നും നെഗറ്റീവ് എനർജി ടക്ക് 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 ആയിട്ട് ലഭിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ മുഴുവൻ ദിവസവും അവരങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ മകനും അങ്ങനെ തന്നെ. മുഴുവൻ ദിവസവും നിങ്ങൾ മരുമകൾക്ക് ഇങ്ങനെയുള്ള ചിന്തകളാണ് അയച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വൈകുന്നേരം അവർ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും മരുമകളും തമ്മിലുള്ള ബന്ധം നന്നായി തുടരുമോ? ആലോചിച്ച് നോക്കൂ. ഏത് വിധത്തിലാണോ മറ്റുള്ളവരുടെ ഫോണിലേക്ക് മെസ്സേജ് പോകുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. നമുക്ക് തോന്നും, ഞാൻ രാവിലെയും നന്നായി പെരുമാറി, വൈകുന്നേരം അവർ വീട്ടിലേക്ക് വന്നപ്പോഴും വളരെ നന്നായി പെരുമാറി, ഞാൻ തന്നെ മരുമകൾക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു, രാത്രി ഭക്ഷണവും ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തു, പിന്നെ രാത്രി സ്നേഹത്തോടെ ഗുഡ് നൈറ്റ് പറഞ്ഞു, എന്നിട്ടും അവൾ എന്നോട് നന്നായി സംസാരിക്കുന്നില്ല. സോ കാരണം എന്തെന്നാൽ ദിവസം മുഴുവൻ ഞാൻ അവൾക്ക് വേണ്ടി ചിന്തിച്ച വിചാരങ്ങൾ നല്ലതായിരുന്നില്ല. അതുകൊണ്ട് തിരിച്ചും ചിന്തകൾക്ക് അനുസൃതമായ പെരുമാറ്റം തന്നെ എനിക്ക് ലഭിക്കുന്നു. ഇപ്പോൾ എവിടെയാണ് സംഘർഷങ്ങൾ ഉടലെടുത്തത്? എൻ്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായുള്ള മാറ്റങ്ങൾ വരേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഏറ്റവും എളുപ്പമായ കാര്യം ഏതാണ്? സംസ്കാരങ്ങൾ ഒരേപോലെ ആകുന്നതാണോ അതോ ഒരേ കളർ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണോ എളുപ്പം? ഒരേ കളർ എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ശരിയല്ല എങ്കിൽ പിന്നെ എല്ലാവരുടെയും സംസ്കാരങ്ങൾ ഒരേപോലെ ആകണമെന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയാണോ? ശരിയല്ലേ? മറ്റുള്ളവരിൽ പ്രതീക്ഷ വയ്ക്കുക എന്നത് ശരിയാണോ? പറയൂ. അതെ, എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുക എന്നത് മാനുഷിക സ്വഭാവമാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? എക്സ്പെക്റ്റേഷൻസ് മനുഷ്യ സ്വഭാവമാണ് എന്ന് ആരാണ് പറഞ്ഞത്? ശരി, സ്വയം ചെക്ക് ചെയ്തു നോക്കാം. നമ്മൾ ഇതുവരെ വായിച്ചും കേട്ടും കണ്ടും മനസ്സിലാക്കിയ എല്ലാത്തിനെയും ഒരു ഭാഗത്ത് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് സ്വയം ഒന്ന് ചെക്ക് ചെയ്യാം.
നിങ്ങളുടെ സംസ്കാരങ്ങൾ എനിക്ക് അനുകൂലമായിരിക്കണം, എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് നോർമലാണോ? ഓരോരുത്തരും വേറെ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. എല്ലാവരുടെയും ചിന്തകൾ ഒരേപോലെ ആയിരിക്കേണ്ടേ? പറയൂ, എല്ലാവരുടെയും ചിന്തകൾ ഒരേപോലെ ആകണോ? അതോ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കണം? ഇതിലേതാണ് നോർമൽ? എല്ലാവരുടെയും വിചാര രീതികൾ വ്യത്യസ്തമാകുന്നതാണ് നോർമൽ. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നോർമലാണ് എന്ന് പറയുന്നു. ഓരോരുത്തരും വേറെ വേറെ രീതിയിൽ ചിന്തിക്കുന്നത് നോർമലാണ്, അതേസമയം മറ്റുള്ളവരുടെ ചിന്തകൾ എൻ്റെ ചിന്തകളെ പോലെ ആകണമെന്ന് എക്സ്പെക്റ്റേഷൻ വെക്കുന്നതും നോർമലാണ്. സോ ഇതിലേതാണ് നോർമൽ എന്ന് കൃത്യമായി മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിയാൽ ബന്ധങ്ങളിൽ വരുന്ന എല്ലാ കുരുക്കുകളും അഴിയാൻ തുടങ്ങും, എല്ലാ കലഹങ്ങളും അവസാനിക്കും. മറ്റുള്ളവർ എന്നെ പോലെ ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യണമെന്ന ഒരൊറ്റ കാരണം മുന്നിൽ വരുന്നതുകൊണ്ടാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നത് നോർമലാണ്, മനുഷ്യ സ്വഭാവമാണ് എന്നൊക്കെയാണ് നമ്മൾ ഇതുവരെയും വിശ്വസിച്ചിരുന്നത്. എവിടെയാണ് ഇങ്ങനെയൊക്കെ എഴുതി വച്ചിട്ടുള്ളത്? ആരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? എല്ലാവരും പറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും അത് അങ്ങനെ തന്നെ വിശ്വസിച്ചു. നമ്മൾ ഒരിക്കൽ പോലും ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയോ സ്വയം ചെക്ക് ചെയ്യുകയോ ചെയ്തിട്ടില്ല. മറ്റുള്ളവരുടെ സംസ്കാരങ്ങൾ എൻ്റെ സംസ്കാരങ്ങളുമായി യോജിച്ചു പോകണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇങ്ങനെ ചിന്തിക്കുന്നതിനു പകരം എനിക്ക് എന്തുകൊണ്ട് അവരുടെ സംസ്കാരങ്ങൾക്കൊപ്പം യോജിച്ചു പോയിക്കൂടാ? അല്ലേ? അപ്പോഴും എല്ലാം ശരിയാകുമല്ലോ. മറ്റുള്ളവർ എനിക്ക് അനുകൂലമായി മാറുന്നതിനു പകരം ഞാൻ അവരുടെ സംസ്കാരങ്ങൾക്കൊപ്പം യോജിക്കുന്നതല്ലേ കൂടുതൽ നല്ലത്? അങ്ങനെയും വീടിനെ സ്വർഗമാക്കി മാറ്റാമല്ലോ, അല്ലേ? റെഡിയല്ലേ? ഇപ്പോൾ ആരും കൈയടിക്കേണ്ട. നിങ്ങൾ റെഡിയാണോ? മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസ് പൂർത്തീകരിക്കുവാൻ നിങ്ങൾ റെഡിയാണോ? ഗുഡ്.